തേജോപോഡ് മിസ്സിന്റെ ക്ലാസ് 8 മക്കൾ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കുമല്ലോ. എക്സാമിന് എങ്ങനെയാണ് മിസ്സേ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് ആൻസേഴ്സ് ഒക്കെ ചോദിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ബാത് ഉസ് മംഗൾവാർക്കി എന്ന് പറയുന്ന രമണി അഡ്കുരിയുടെ ഡയറി ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പാഠഭാഗത്ത് നിന്ന് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ. മെഹനത് കി കമായി കാ ഭോജൻ സ്വാദിഷ്ട് ക്യൂ ഹോ ജാതാ ഹെ. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മെഹനത് കി കമായി, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഭക്ഷണം വളരെ സ്വാദിഷ്ടമാവാറുണ്ട്. എന്തുകൊണ്ടാണ്? ശ്രമ കെ കാരൺ ഭൂക്ക് ലഗ്തി ഹെ. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? വിശപ്പ് ഉണ്ടാവും അല്ലെ. ഭൂക്ക് മിട്ടാനെ കെ ലിയെ ജബ് ഖാന ഖാത്തെ ഹെ വ അധിക് സ്വാദിഷ്ട ഹോത്താ ഹെ അല്ലെ. നമ്മൾ ആർത്തി പിടിച്ച് കൊതിക്ക് ഭക്ഷണം കഴിക്കാതെ നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് വിശന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണത്തിന് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നാറുണ്ട് അല്ലെ. ബേക്കാർ മേ ബാറ്റ് കർ ഖാനെ വാലേക്കോ ഇസി പ്രകാർ കി അനുഭൂതി നഹി ഹോത്തി. വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ആ ഭക്ഷണത്തിന് അത്ര സ്വാദൊന്നും തോന്നൂല കേട്ടോ, ടേസ്റ്റ് ഒന്നും തോന്നൂല. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലോണം കഷ്ടപ്പെട്ട് എല്ലാം മുറിയെ പണി ചെയ്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കുറച്ച് സ്വാദിഷ്ടമായിട്ട് തോന്നാറുണ്ട്. ക്ലിയർ ആണോ? മരീസ് ഗൈർ ജറൂരി इंजेक्शन चाहते हैं क्यों? बीमारी और इलाज के संबंध में बहुत गलत फहमियां है. ബിമാരി അസുഖത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ചികിത്സയെ കുറിച്ചും ഒരുപാട് ഗലത് ഫഹമിയ ഉണ്ട്. ഗലത് ഫഹമിയ എന്ന തെറ്റിദ്ധാരണകളുണ്ട്. ആം ജനത ചാഹത്തി ഹെ കി ഇഞ്ചക്ഷൻ സെ ബിമാരി ജൽദി സെ ദൂർ ഹോത്തി ഹെ. ആം ജനത, സാധാരണക്കാര ആളുകൾ ചിന്തിക്കുന്നത് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അസുഖങ്ങൾ ഏറ്റവും പെട്ടെന്ന് മാറുമെന്നാണ്. യഹ് വിചാർ ചികിത്സാ കെ സംബന്ധ മേ ഉൻകി അജ്ഞതാ കെ കാരൺ ഹെ. എന്താണ്? ചികിത്സയെ കുറിച്ചിട്ടുള്ള അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അസുഖം പെട്ടെന്ന് മാറും എന്ന് ചിന്തിക്കുന്നത്? അസുഖത്തിനെ കുറിച്ചിട്ട് അവർക്ക് എന്തില്ല, ബോധമില്ല, അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ല, അറിവില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ. യഹി जंगल के बीच ये सभी मेरे क्लिनिक है. इससे आपने क्या समझा? यही जंगल के बीच ये सभी मेरे क्लिनिक है. നമ്മുടെ ആള് പറയുന്നുണ്ട് അല്ലെ, ഇത് ഈ ഒരു ജംഗൽ, ഈ ഒരു കാടിനുള്ളിൽ ഇതെന്റെ ക്ലിനിക് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചിന്തിച്ചത്? യഹാ ഡോക്ടർ കാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. ഇവിടെ ഒരു ഡോക്ടറിന്റെ മനോഭാവമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യേ ഡോക്ടർ ചികിത്സാക്കോ വ്യാപാർ നഹി മാൻതി ഹെ. ഈ ഡോക്ടർ ചികിത്സയെ ഒരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു വ്യാപാരമായിട്ടല്ല കാണുന്നത്. സേവാ കാര്യം മാൻതി ഹെ. അത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർവീസ് ആയിട്ടാണ് കാണുന്നത്. ഇസ്ലിയെ ഷഹർ മേ ഉൻകി അപ്നി ക്ലിനിക് നഹി ഹെ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല? പട്ടണത്തിൽ, സിറ്റിയിൽ ഒരു ക്ലിനിക് ഇല്ല. ജംഗൽ കെ അൺപഡ് അശിക്ഷിത് ഗരീബ് ഹി ഉൻകെ മരീസ് ഹെ. നമ്മുടെ ജംഗലിലുള്ള, നമ്മുടെ കാട്ടിലുള്ള അൺപഡ്, പഠിപ്പില്ലാത്ത, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത, അശിക്ഷിത് വിദ്യാഭ്യാസം ഇല്ലാത്ത, ഗരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ആളുകളാണ് അവരുടെ രോഗികൾ എന്ന് പറയുന്നത്. ഉൻകെ ലിയെ കാം കർത്തി ഹെ. അവര് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ കാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കാടാണ് എന്റെ ക്ലിനിക് എന്ന് പറയുന്നത്. അവർക്ക് ഷെഹറിലെ, പട്ടണത്തിൽ ഒരു ക്ലിനിക് ഇല്ലാത്തത്. ओके, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡോക്ടർ രമണി അഡ്കുരി की ചരിത്രഗത വിശേഷതായി ലിഖേ. ഡോക്ടർ രമണി അഡ്കുരിയുടെ ചരിത്ര വിശേഷതകൾ, ക്യാരക്ടറിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതാം. രമണി അഡ്കുരി ഏക് ഇമാൻദാർ ഡോക്ടർ ഹെ. വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു ഡോക്ടറാണ്. വേ ഡോക്ടറി കോ വ്യാപാർ മാൻതി നഹി. അവര് ഡോക്ടറി, അതായത് ആ ഒരു തൊഴിലിനെ അവർ ഒരിക്കലും ഒരു വ്യാപാരമായിട്ടല്ല കാണുന്നത്. ഉൻകെ അനുസാർ ഡോക്ടർ കോ സമാജ് കി സേവാ കർണി ചാഹിയെ. അവരുടെ ആ അക്കോർഡിംഗ് ടു ഹെർ അല്ലെ, അവരുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? ഈ ഒരു ഡോക്ടറി, അതായത് ഈ ഡോക്ടർ കാര്യം, ഈ ഒരു ഡോക്ടർ ജോലി എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ ഒരു സേവനമാണ്. നമ്മൾ സമാജം, നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്യുന്ന ഒരു സേവനമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ആദർശക്കോ വേ അപ്നെ ജീവൻ മേ നിഭാത്തി ഹെ. ഈ ഒരു ആദർശത്തെ അവർ അവരുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുപോകുന്നുണ്ട്. ഏക് ആദർശ ഡോക്ടർ ഹെ. വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ആദർശമായിട്ടുള്ള അല്ലെ, വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് നമ്മുടെ ഈ ഒരു രമണി അഡ്കുരി എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്താണ്? ഒരു ബിസിനസ് ആയിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, आपके दृष्टिकोण में एक डॉक्टर के गुण क्या क्या है? ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു നല്ല ഡോക്ടറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നോക്കിക്കോളൂ. മേരി റായ് മേ ഡോക്ടർ കോ ഇമാൻദാർ ഹോനാ ചാഹിയെ. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ എന്ന് പറയുന്ന ആള് സത്യസന്ധരാവണം.
ओके अपने पोषे को धन कमाने का उपाय न मानना चाहिए. അവരുടെ ആ ജോലിയെ പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ട് മാത്രം കാണുന്ന ആൾ ഒരിക്കലും ആരാവില്ല, ഒരു ഡോക്ടർ ആവില്ല. മരീസോ കെ പാസ് ജാക്കർ ഉൻകി സേവ ശുശ്രൂഷ കർണി ചാഹിയെ. ആ രോഗികളുടെ അടുത്ത് പോയിട്ട് അവരുടെ സേവ, അത് അവരെ ശുശ്രൂഷിക്കാനും ഒക്കെ കഴിയുന്ന ആളായിരിക്കണം ഡോക്ടർ എന്ന് പറയുന്നത്. മരീസോ കെ സാത്ത് സഹാനുഭൂതി പൂർണ്ണ വ്യവഹാർ അപ്നാന ചാഹിയെ. വളരെ സഹാനുഭൂതിയോടുകൂടി അല്ലെ, അസുഖമൊക്കെ ബാധിച്ച ആള് ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് സാന്ത്വനിപ്പിക്കാനും അവരോട് സഹാനുഭൂതിയോടുകൂടി സംസാരിക്കാനൊക്കെ പറ്റുന്ന ആളാവണം. अपने उत्तरदायित्व को निभाते हुए समाज के लोगों को स्वस्थ रखने के काम में भाग लेना चाहिए. अपने ഉത്തരദായിത്വ, സ്വന്തം കടമ ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുന്ന, സേവ ചെയ്യുന്ന അല്ലെ, സർവീസ് ചെയ്യുന്ന ഒരാളായിരിക്കണം സേവ ചെയ്യുന്ന ഒരാളാവണം ഡോക്ടർ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഈ ഒരു അഭിപ്രായത്തിൽ ഒരു നല്ല ഡോക്ടറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളോട് ഒരു കുറിപ്പ് എഴുതാനായിട്ട് പറയാം. അല്ലെ, ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിശ്വ സ്വാസ്ഥ്യ ദിവസ് 7 അപ്രിൽ 2024 കോ ഹെ അല്ലെ, നമ്മുടെ വിശ്വ സ്വാസ്ഥ്യ ദിവസ് അല്ലെ, വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 7-ാം തീയതിയാണ്. इस अवसर पर आपके स्कूल में डॉक्टर रमणी अटकुरी का आदर किया जाएगा. ഈ ഒരു ദിവസം നിങ്ങളുടെ സ്കൂളിൽ രമണി അട്കുരിയെ എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് അനുമോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്ററും ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പോൾ നോക്കിക്കോളൂ, പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഒരു ബോക്സ് വരച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലെ, എല്ലാം ഒരേ ഫോണ്ടിലല്ല, ഒരേ വലുപ്പത്തിലല്ല കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ വലുതാക്കി കൊടുത്തിട്ടുണ്ട്, ചിലത് നല്ല ഡാർക്കൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം ക്രിയേറ്റീവ് ആവാൻ പറ്റും അത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ട് ഒരു നല്ല ബോക്സ് ഒക്കെ വരച്ച് അതിൽ നല്ല ഭംഗിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. GHSS കൊല്ലം അല്ലെ, ഏത് സ്കൂളിനാണ് നിങ്ങളുടെ സ്കൂളിന്റെ നിങ്ങളെ സ്കൂളിൽ അനുമോദിക്കാന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു സ്കൂളിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. GHSS കൊല്ലം ഹിന്ദി ക്ലബ് കെ നേതൃത്വമേ വിശ്വ സ്വാസ്ഥ്യ ദിവസ് पर ഡോക്ടർ രമണി അട്കുരി का ആദൻ സമാരോഹ്. എന്താ പറയുന്നത്? GHSS കൊല്ലം സ്കൂളില് ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തില് വേൾഡ് ഹെൽത്ത് ദിവസത്തില് ഡോക്ടർ രമണി അട്കുരിന്റെ അനുമോദന ചടങ്ങ് നടക്കുകയാണ്. എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രാമറായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ആരാണ് നടത്തുന്നത്, ഏത് സ്കൂളാണ് നടത്തുന്നത്, ഏത് ദിവസമാണ് നടത്തുന്നത്, എന്താണ് പരിപാടി എന്ന് കൊടുത്തു. അതിനുശേഷം ഏത് ദിവസമാണ് അല്ലെ, ഡേറ്റ് കൊടുത്തു, അതുപോലെ ടൈം കൊടുത്തു, അതുപോലെ പ്ലേസ് കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ എന്തൊക്കെയാ. 7 अप्रैल 2024 को सुबह 10 बजे സ്കൂൾ സഭാ ഭവൻ മേ, എവിടെയാണ് സ്ഥലം, ഡേറ്റ് ഏതാണ്, ടൈം ഏതാണെന്ന് കൊടുത്തു. ഇനി ഉദ്ഘാടനം അല്ലെ, ഇനോഗ്രേഷൻ ആരാണ് വന്നത്? നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്, കേരളത്തിലെ ആരോഗ്യമന്ത്രി, സ്വാസ്ഥ്യ മന്ത്രി കേരൾ. ഭാഗിലെ ലാഭ് ഉഠായെ സബ്കാ സ്വാഗത്. അങ്ങനെ ഇനോഗ്രേഷൻ ആരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാവരും ഇൻവൈറ്റ് ചെയ്യും കൂടെ ചെയ്തു. അപ്പൊ ഇത്രയല്ലേ, വളരെ രസമായിട്ടാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പോസ്റ്റർ എഴുതുക എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ബോക്സ് വരയ്ക്കുക, അതുപോലെ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് തന്നെ കാര്യങ്ങൾ എഴുതാൻ നോക്കുക. ആൻഡ് ഫുൾ മാർക്ക് എല്ലാവരും വാങ്ങിക്കുക. അപ്പൊ പോസ്റ്റർ എന്ന് പറയുന്ന ഒരു ചോദ്യവും എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഇതിനുള്ള ഒരു ആൻസറും നിങ്ങൾ നന്നായിട്ട് എഴുതി മനസ്സിലാക്കി വെക്കുക. ആൻഡ് ആൻസർ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് തന്നെ എഴുതുക. ആൻഡ് ഈ ഒരു കാര്യം അല്ലെ, പോസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 5th മുതൽ 12th വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പോസ്റ്റർ എന്തായാലും ചോദിക്കും. അപ്പൊ എല്ലാവരും ഒരു പോസ്റ്റർ എഴുതാനായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. എവിടെയാണ്, ഏത് സമയത്താണ്, ഏത് ദിവസമാണ്, ആ കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, റെഡി? അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.